സങ്കീർത്തനങ്ങൾ 1 സാംസ് ചാപ്റ്റർ 1 വാക്യപ്രതിവാക്യമായി വായിക്കാം. സാംസ് ചാപ്റ്റർ 1. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അവൻ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. അടുത്ത വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശമാകുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സന്തോഷമാണോ? ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വലഞ്ഞിരിക്കുകയാണോ? ഹാപ്പി ആയിട്ടിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത് ദൈവസന്നിധിയല്ല, നമ്മളെ സൃഷ്ടിച്ച കർത്താവിനോടൊപ്പമുള്ള നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം. ലോകത്തിലുള്ള സന്തോഷങ്ങളൊക്കെ നമുക്ക് നൽകിത്തരും, നമ്മൾ ഒരുപാട് ചിരിക്കും. എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സന്തോഷമാണ് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ പിന്തുടരുന്നത്. ഇന്ന് നാം വായിച്ച ഒന്നാമത്തെ സങ്കീർത്തനമാണ്. കഴിഞ്ഞ 150 സങ്കീർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ 2023 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 2024 ലാസ്റ്റ് വീക്കിൽ നമ്മൾ ആ 150 ഫിനിഷ് ചെയ്തു. ഒരു പാലസിലെ 150 മുറികളിലൂടെ കടന്നു പോയതുപോലെയാണ് നമുക്ക് ആ ഓരോ സങ്കീർത്തനവും നമുക്ക് നൽകി തന്നത്. ഇവിടെയുള്ള ഞാനുൾപ്പെടെ പല സഹോദരന്മാർ അതിനെ വിവേചിച്ച് അതിനുവേണ്ടി ധ്യാനിച്ച് നമ്മളോട് ഷെയർ ചെയ്തു. വീണ്ടും നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തനം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സങ്കീർത്തനം ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ വാക്യം തുടങ്ങുന്ന ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇടയിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചു. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലെസ്ഡ് എന്നൊരു വാക്കോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ വ്യത്യാസം. ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിംഗ് ആണ് മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ബാക്കിയുള്ള 150 സങ്കീർത്തനങ്ങൾക്കും ആമുഖമായിട്ട് ഉള്ള സങ്കീർത്തനമാണ് ഒന്നാമത്തെ സങ്കീർത്തനം. ഇതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ 3 കാറ്റഗറിയുള്ള ആൾക്കാരെ അതിനകത്ത് കാണിക്കുന്നു. 1 ദുഷ്ടൻ, 2 പാപി, 3 പരിഹാസി. 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 4ാമത്തെ കാറ്റഗറി അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഭാഗ്യവാൻ അല്ലെങ്കിൽ ബ്ലസ്ഡ് മാൻ. 1ാമത്തെ കാറ്റഗറി നമുക്കറിയാമോ. ദുഷ്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പല ഫേസുകൾ ചിലപ്പോൾ കടന്നു വരുമായിരിക്കും, അല്ലേ? എന്താ നമ്മളൊക്കെ ദുഷ്ടന്മാരാണോ? നമ്മൾ തന്നെ അതിൽ ആലോചിച്ച് നോക്കി. നമ്മൾ ദുഷ്ടനാണോ? നമുക്ക് മറ്റുള്ളവരോട് ദുഷ്ടതയുണ്ടോ? ദൈവത്തോട് ദുഷ്ടതയുണ്ടോ? 2ാമത്തെ കാറ്റഗറി പാപി. നമ്മൾ പാപികളായിരുന്നോ? നമ്മൾ പാപികളായിരുന്നു. അതിൽ നിന്ന് ദൈവം നമ്മളെ തൻ്റെ പുത്രനെ തന്ന് നമ്മളെ അതിൽ നിന്ന് രക്ഷിച്ചു, ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു. അതുകൊണ്ടാണ് ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത്. 3ാമത്തെ കാറ്റഗറി പരിഹാസി. അപ്പോൾ പരിഹാസികൾ ഈ ലോകത്തുണ്ട്. എന്നാൽ അതിലകപ്പെടാമായിരുന്നു നമ്മളെ ദൈവം എന്ത് ചെയ്തു? തൻ്റെ വില കൊടുത്ത് നമ്മളെ രക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. അപ്പോൾ 1ാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടേണ്ടത് നമ്മളെ ദുഷ്ടൻ്റെ ഹൃദയത്തിൽ എന്താ, സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദുഷ്ടൻ്റെ ഹൃദയത്തിൽ എന്താ ഉള്ളത്? പാപ ഉദ്ദേശമുണ്ട്. പാപം ചെയ്യാനുള്ള ഉദ്ദേശമുള്ളത് ദുഷ്ടൻ്റെ ഹൃദയത്തിലാണ്. ഒരു ദൈവമകൻ്റെയോ മകളുടെ ഹൃദയത്തിൽ പാപം ചെയ്യാൻ ഉദ്ദേശം ഇല്ല. അങ്ങനെ എന്നാൽ ദൈവം ഭൂമിയിലേക്ക് കടന്നു വന്നത് ഈ ദുഷ്ടന്മാരെ മാറ്റി അവരെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. 2ാമത്തെ നമ്മൾ ഒരു പക്ഷേ നമ്മൾ ദുഷ്ടത നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിലും 2ാമത്തേത് ഇല്ലാത്ത ആരുമില്ല, പാപം, അല്ലേ? സിന്നേഴ്സായിട്ടുള്ളവരാണ് ലോകത്തിൽ ജനിച്ചു വീണ എല്ലാവരും. എന്ന വചനത്തിൽ പറയുന്നത് എന്താണ്? പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പാപികളല്ലെന്ന് പറയുന്നവർ കള്ളം പറയുന്നു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2ാമത്തെ റോമർ 3:23 ഒന്ന് വായിക്കാമോ? അതെ, എല്ലാവരും പാപം ചെയ്തു ദൈവത്തിൻ്റെ തേജസ്. അപ്പോൾ പാപം ചെയ്യുമ്പോൾ എന്താ നമുക്ക് നഷ്ടപ്പെടുന്നത്? ദൈവത്തിൻ്റെ തേജസ് നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ പാപത്തിൽ നിന്ന് വലിച്ചെടുത്ത കർത്താവിൻ്റെ തേജസ് നമുക്ക് തന്നിരിക്കുമ്പോൾ
നമ്മൾ പാപത്തിലേക്ക് വീണ്ടും അകപ്പെടുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന തേജസ് നമുക്ക് നഷ്ടപ്പെടുന്നു. അടുത്ത ഒരു വാക്യം വായിക്കാം. 1 John chapter 1:8-9. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ന്റെ. അടുത്ത വാക്യം കൂടെ. അപ്പോൾ പാപത്തിൻ്റെ 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു. 1, ദൈവത്തിൻ്റെ തേജസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. 2, നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയും അതുപോലെ ദൈവത്തിൻ്റെ തേജസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പാപത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ അത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് അവിടെ ഇരിക്കുന്നത്. പാപം മാറണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ നാം എന്ത് പറയണം? ഏറ്റു പറയണം. എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. മാത്രമല്ല, തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്ന ദൈവം നമ്മളെ ശുദ്ധീകരിപ്പാൻ, നമ്മുടെ പാപങ്ങളെ എല്ലാം മാറ്റിയെടുപ്പാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ പാപത്തിലായിരുന്ന നമ്മളെ ദൈവം തൻ്റെ വില കൊടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ ഇടയായി. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പരിഹാസിയെക്കുറിച്ചാണ്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. എന്താ പരിഹാസിയെക്കുറിച്ച് ഇയ്യോബ് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, വായിക്കാമോ? ഇയ്യോബ് 16:20. ഒരു ദൈവഭക്തൻ്റെ വാക്കുകളാണ് നാം കേട്ടത്. എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കും. നമുക്കറിയാം, പണ്ടത്തെ നമ്മുടെ പൂർവികരായ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഒരുപാട് വില കൊടുത്ത് ഒരുപാട് പരിഹാസം കേട്ടുമാണ് അന്ന് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ആ പരിഹാസങ്ങളുടെ മുമ്പിൽ അവർ തകർന്നു പോയില്ല. അവർ തകർന്നു പോകാതെ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ടാണ് നമുക്കും ഇന്ന് ആ ഒരു മാർഗം നമുക്ക് കാണിച്ചു തന്നതുകൊണ്ട് ആ മാർഗത്തിലേക്ക് നമുക്കും വരുവാനായിട്ട് ദൈവം നമുക്കൊരു വഴി ഒരുക്കി തരുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അങ്ങനെ പരിഹസിക്കുന്ന സ്നേഹിതന്മാരൊക്കെ ഉണ്ട്. ഞാനും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പരിഹാസങ്ങൾ നമ്മുടെ സ്കൂളിലും ഒക്കെ ഇങ്ങനെ പിള്ളേർ പറയുമായിരുന്നു. അന്ന് പെന്തക്കോസ്തുകാർക്കൊന്നും വലിയ വാല്യൂ ഇല്ലാത്ത ഒരു സമയമായിരുന്നു ആദ്യകാല സമയങ്ങളിൽ. എന്നാൽ അത് മാറി ഇന്ന് പെന്തക്കോസ്തുകാർക്കൊക്കെ വലിയ വാല്യൂ. കാരണം കർത്താവ് തൻ്റെ മക്കളോട് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ ചിന്തകൾ മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അടുത്ത ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 2 Peter 3:4. പരിഹാസി എന്ന് വരുന്ന അന്ത്യകാലത്ത് ഒന്നുകൂടെ വായിച്ചത്. അതെ, പരിഹാസികൾ എന്ത് ചെയ്യുന്നു? എല്ലാം അന്നത്തെ പോലെയാണല്ലോ എപ്പോഴും. ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യകാലത്ത് എന്ത് ചെയ്യും? പരിഹാസികൾ തിരിഞ്ഞു വരും. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം ആയി തീർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മധ്യത്തിൽ ഈ പരിഹാസികളുടെയും ദുഷ്ടന്മാരുടെയും പാപികളുടെയൊക്കെ മധ്യത്തിൽ ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഈ ലോകം. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മക്കളാക്കി തീർന്ന ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക് ദൈവം തന്നത്. അടുത്ത വാക്യത്തിൽ അതാണ് എഴുതിയിരിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യം. അതാണ് കാറ്റഗറി 4. നമ്മൾ 3 കാറ്റഗറിയിലും കഴിഞ്ഞ് 4ാമത്തെ കാറ്റഗറിയിലോട്ട് എത്തിച്ചേർന്നത് ദൈവത്തിൻ്റെ ആ സ്നേഹം, ആ ദൈവത്തിൻ്റെ മകനെന്നുള്ള ഭാഗ്യാവസ്ഥ അനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിനെന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം, മാത്രമല്ല ധ്യാനിക്കണം. 2 കാര്യം നാം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ബിസി ആയിട്ടുള്ള ലൈഫിൽ നമ്മുടെ കൂടെ നടക്കേണ്ട 2 കാര്യമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം നാം മനസ്സിലാക്കുക, അതുപോലെ അതിൽ സന്തോഷിച്ച് അത് ധ്യാനിച്ച് നമ്മൾ മുന്നോട്ട് നമ്മുടെ ജീവൻ നയിക്കുക. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യവാൻ എന്ന പദവിക്ക് യോഗ്യനായിട്ടുള്ളത്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നതും ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ
വൃക്ഷം പോലെ ഇരിക്കും. നമുക്കറിയാം, നമ്മുടെ ഫാർമേഴ്സ് ആരും മരുഭൂമിയിലൊന്നും പോയി കൃഷി ചെയ്യത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്? അവിടെ വെള്ളമില്ല, അവിടെ ഫലം കായ്ക്കത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് അവർ കൃഷി ചെയ്യത്തില്ല. എന്നാൽ ഈ ഫലഭൂയിഷ്ടമായ നല്ല വെള്ളവും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്താണെങ്കിലോ ചെടികളൊക്കെ നന്നായിട്ട് വളരാനിടയാണ്. ഒരു വിശ്വാസിയെ, ഒരു ദൈവപൈതലിനെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അതുപോലെയാണ്. തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന നല്ല ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ല ഒരു സക്സസ്ഫുൾ ലൈഫ് ഉള്ള ഒരാളായി തീരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ എന്താ ഫലം കായ്ക്കുന്നതിനകത്ത് എന്ത് ഫലമാണ് ഒരു സ്പിരിച്വൽ മാൻ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് എന്ത് ഫലമാണ് ഉണ്ടാകുന്നത്? 9 ഫലമുണ്ട്. ഗലേഷ്യൻസ് ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:22-23. അതെ, ആത്മാവിൻ്റെ ഫലം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഉള്ളിൽ വസിച്ചു കഴിഞ്ഞ് നമ്മളിൽ നിന്ന് വരുന്ന ഫലമാണ് എന്താ നമ്മുടെ ആറ്റരികത്വം എന്ന് ഉദ്ദേശിക്കുന്നത്? നന്നായി വെള്ളം ലഭിക്കുന്ന, ദൈവത്തിൻ്റെ വചനം നന്നായി ഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുന്ന ഫലങ്ങളാണ് നാം വായിച്ചു കേട്ടത്. 9 ഫലങ്ങളെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ 9 ഫലങ്ങളും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ സൗമ്യത കൈവിടാറുണ്ട്, ദേഷ്യം വരാറുണ്ട്, സ്നേഹം കുറയാറുണ്ട്, അല്ലേ? അപ്പം ഈ എക്സസൈസ് ചെയ്യുന്നവരാണ്. നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയൊക്കെ അങ്ങ് ഒന്ന് നല്ല സ്മാർട്ടായിട്ടൊക്കെ തീരും. കുറച്ചാൾ എക്സസൈസ് ചെയ്യാതിരുന്നാലോ നമ്മുടെ ദേഹത്ത് ഫാറ്റെല്ലാം കൂടി എല്ലാ തിന്മകളും ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ബൈബിൾ അതിന് പകരം എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. എന്ന് പറയുന്ന പോലെ ബൈബിൾ വായിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിച്ച് അതിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ഓരോ ദിവസം തീരണം. അപ്പോൾ ഈ 9 ഫലങ്ങൾ നാം മറന്നു പോകരുത്. ഈ ഫലങ്ങളെല്ലാം കായ്ക്കാനാണ് നമ്മളെ ദൈവം ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫലങ്ങളൊന്നും നിന്നു പോകാതെ എല്ലാ ദിവസവും അതിനെ എന്താ പറയുന്നത്, അതിനെ ഒന്ന് റിഫ്രഷ് ചെയ്ത് എല്ലാ ദിവസവും ഈ ഫലങ്ങൾ കായ്ക്കുന്നവരാണ്. നമ്മൾ എവിടെയായിരുന്നാലും, ഭവനത്തിലോ അല്ലെങ്കിൽ ജോലിയിലോ മറ്റുള്ളവരുടെ അടുത്ത് എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ ഫലം കായ്ക്കുന്നവരായി തീരുവാനായിട്ട് ഇടയായി തീരണം. അടുത്ത വാക്യങ്ങളിൽ, താഴോട്ടുള്ള വാക്യങ്ങളിൽ ദുഷ്ടന്മാരെക്കുറിച്ചാണ്. അവർ കാറ്റ് പാറ്റുന്ന പതർ പോലെ അത്രയാകുന്നു, അവർ ന്യായവിസ്താരത്തിൽ നിവർന്നു നിൽക്കുകയില്ല, സഭയിൽ നിവർന്നു നിൽക്കുകയില്ല എന്ന് യഹോവ ദുഷ്ടന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. അങ്ങനെ ആ നാശകരമായ വഴിയിൽ നിന്ന്, ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം നമ്മളെ കയറ്റുവാനിടയായി തീർന്നു. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആത്മാവിൻ്റെ ഫലങ്ങളെ പ്രകടിപ്പിക്കുന്ന പ്രവൃത്തിയിലും ജീവിതത്തിലും എല്ലാ സമയത്തും ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും ഇടയാക്കട്ടെ. നമ്മൾക്ക് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.